ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പുതിയൊരു സർക്യൂട്ടുമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഈ സർക്യൂട്ട് നമുക്ക് ഹാർഡ്വെയർ രണ്ട് രീതിയിൽ ചെയ്ത് നിങ്ങൾ നേരത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ടിൻഡർ കാർഡിൽ ഇതെങ്ങനെ വർക്ക് ആവും നമുക്ക് നോക്കിയാലോ. ഹാർഡ്വെയർ നമ്മൾ കണ്ടു, ആ സർക്യൂട്ട് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടു. ഹാർഡ്വെയറിനേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ടിൻഡർ കാർഡിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാലോ, കണക്ഷനും ജം വയർസിന്റെ ആ ഒരു ടച്ചിങ്ങിന്റെ ആ കോഡൊന്നും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്നാൽ ഈസി ആയിട്ട് ആ സർക്യൂട്ട് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ കണ്ടോ, നമ്മളിവിടെ ഒരു അൾട്രാസോണിക് സെൻസർ HC-SR04 ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ LCD 60x2 ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് നമ്മുടെ കണക്ഷൻസ് ഒക്കെ വയർ ചെയ്തിട്ടുണ്ട്. പിന്നെ LED അവിടെ നമ്മൾ ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. റെസിസ്റ്റർ 220 ഓം ആണ്. നമുക്ക് ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമുക്ക് കോഡ് നോക്കിയിട്ട് പോകാം. ഔട്ട്പുട്ടിലേക്ക് കോഡ് കണ്ടോ, എക്കോ 2ലേക്കും ട്രിഗർ 3ലേക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്യൂറേഷനും ഡിസ്റ്റൻസ് ഫ്ലോട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഡെസിമൽസ് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ LCD ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ പിൻ മോഡ് ട്രിഗർ ഔട്ട്പുട്ടിലും പിൻ മോഡ് എക്കോ ഇൻപുട്ടിലും കൊടുത്തിട്ടുണ്ട്. അതായത് അൾട്രാസോണിക് സെൻസറിന്റെ ഇൻപുട്ട് എക്കോ പിന്നിൽ നിന്നും ഔട്ട്പുട്ട് ട്രിഗർ പിന്നിൽ നിന്നും കിട്ടുന്നത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എവിടെ നിന്ന് LCD ഡിസ്പ്ലേ ബിഗിൻ ചെയ്യണം എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ LCD ഡിസ്പ്ലേ ആദ്യം അൾട്രാസോണിക് സെൻസറിനും നമ്മുടെ കൺട്രോളിന്റെ പേരൊക്കെ വരെ നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഇത് മെഷർമെന്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നു എന്ന് നോക്കാം. സ്റ്റാറ്റ് സിമുലേഷൻ കൊടുത്തു. കണ്ടോ, നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്തു. ഡിസ്റ്റൻസ് മെഷർ ചെയ്തിരിക്കുന്നത് സെന്റിമീറ്ററിലാണ്. 94.48 എന്ന ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളിവിടെ ഡിസ്റ്റൻസ് മെഷർ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ ഹാർഡ്വെയറിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡിസ്റ്റൻസ് സ്പീഡും ടൈമും തമ്മിലുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് അതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഡിസ്റ്റൻസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാറുണ്ട്. ഡിസ്റ്റൻസ് ഇസിക്കൽ ടു സ്പീഡ് ഇൻടു ടൈം ഡിവൈഡ് ബൈ 2 എന്നാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ അൾട്രാസോണിക് സെൻസർ എന്ന് പറയുന്നത് അതൊരു സൗണ്ട് സിഗ്നൽ, ഹൈ ഫ്രീക്വൻസി സൗണ്ട് സിഗ്നലാണ് ട്രിഗർ പുറത്തേക്ക് വിടുന്നത്. അപ്പൊ അത് പോയി നമ്മുടെ ഒബ്ജക്റ്റീവ് തട്ടി തിരിച്ചു വരണം. അപ്പൊ അങ്ങോട്ട് പോകാൻ ഒരു സമയം എടുക്കും, അതിൽ പോയി തട്ടിയിട്ട് തിരിച്ചു വരാനും ഒരു സമയം എടുക്കും. അപ്പൊ അതിന് ഹാഫ് ആണ് നമുക്ക് എടുക്കുക. അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ LCD ഡിസ്പ്ലേയിൽ എങ്ങനെയാണ് നമ്മുടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് സെന്റിമീറ്റർ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. വേണമെങ്കിൽ ഡിസ്റ്റൻസ് നമുക്ക് സീരിയൽ മോണിറ്ററിൽ ഇങ്ങനെ എടുത്ത് കാണാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഈ സർക്യൂട്ട് മനസ്സിലാകുന്ന ഹാർഡ്വെയറും ഇന്റർകാളും ചെയ്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായമോ അല്ലെങ്കിൽ കോഡോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.